പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ വയനാട്ടിലെ മനുഷ്യരുടെ ഓർമ്മയിലേക്ക് എത്തുന്നത് പ്രധാനമന്ത്രി മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിത പ്രദേശത്തേക്ക് വന്നുപോയ ആ ചിത്രമാണ്. അന്ന് നൈസമോളെ ഉമ്മ വയ്ക്കുന്ന ചിത്രം വൈറലായി തിരിച്ചുപോയ പ്രധാനമന്ത്രി പിന്നീട് ദുരന്തബാധിതർക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി ഒരു പൈസ പോലും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വരവിനെ അവർ കാണുന്നതും അതേ രീതിയിൽ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ നിസ്സംഗതയോടെ കേട്ടുനിൽക്കുന്ന ഒരു സമൂഹമുണ്ട് വയനാട്ടിൽ. അത് മറ്റാരുമല്ല, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരാണ്. കേരളം പ്രതീക്ഷയോടെ ഇതിനെ കാണണോ എന്ന ചോദ്യം അപ്രസക്തമാണ്. എന്താ പറഞ്ഞാൽ, ഒരു നാടക നടനാവേണ്ട ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കി എന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ് ഇന്ത്യക്കാർ ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്ന് അത്രയും വലിയ ദുരന്തം നേരിട്ട് പ്രധാനമന്ത്രി വന്ന് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യും. ഇവിടെ നിന്ന് പറന്ന് ഡൽഹിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും അടിയന്തരമായ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു തരുന്നു വളരെ പ്രതീക്ഷയോടെ ഉണ്ടായത്. പക്ഷേ എന്തിനു വളരെ ഖേദകരമെന്ന് പറയാം, ഒരു സാധാരണ MLA ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി ഇവിടെ വന്ന് പോയ ആ ചെലവും ഈ സർക്കാർ വഹിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് അന്നുണ്ടായത്. അതല്ലാതെ ഈ കാര്യത്തിന് ഇന്ന് വരെ ഒരു പ്രയോജനം പ്രധാനമന്ത്രി ഒന്നും കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. ഒന്നും കിട്ടാനില്ല, വെറും നാടകം മാത്രമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന് മാത്രം പറയുന്നവർ. 2024 ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് ആഗസ്റ്റ് 10 ദുരന്തബാധിതരെ പ്രധാനമന്ത്രി കാണാനെത്തിയത്. നൈസമോളെ ഉമ്മ വയ്ക്കുന്ന ചിത്രം മാത്രം വൈറലായി. വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിച്ചില്ല. എൻ്റെ കുടുംബം ഒരു 3/4 ഭാഗം ഇല്ലാണ്ട് ആയിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായത്. എൻ്റെ ഭാര്യ വീട് മുണ്ടക്കായി പുഞ്ചിരിമട്ടത്തായിരുന്നു. അപ്പോൾ അവിടെ അവരുടെ ബന്ധുക്കളും മിത്രങ്ങളുമായിട്ടുള്ള എൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ആളുകൾ പോലും, എൻ്റെ പെങ്ങളെ മോനോ, എൻ്റെ ഭാര്യ, കുട്ടികൾ, മക്കൾ എല്ലാവരും ഇവിടെ താമസിച്ചിട്ടുണ്ടായത്. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വലിയ പങ്കാണ് വേർവിട്ട് പോയത്. ഈ ദുരന്ത സമയത്തുണ്ടായ ആ അനുഭവം വെച്ച് നോക്കിയാൽ അന്നും ഒന്നും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തും ഒരു സഹായം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും അത് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഒരു പ്രതീക്ഷ ഇനി അതിൽ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതിനുമപ്പുറം കേരളത്തിന് ഔദ്യോഗികമായി നൽകേണ്ടതൊന്നും നൽകിയതുമില്ല. 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് കേരളം ദുരന്തമുഖത്ത് നിന്നും അന്ന് ആവശ്യപ്പെട്ടത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയ കേന്ദ്രം 1 രൂപ പോലും കേരളത്തിന് അനുവദിച്ചില്ല. റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി 2221 കോടി രൂപയാണ് കേരളം കണക്കാക്കിയിട്ടുള്ളത്. കേന്ദ്രം അതും അനുവദിച്ചില്ല. 2319 കോടി രൂപയാണ് കേരളം കേന്ദ്രത്തോട് ചോദിച്ചത്. തന്നത് വെറും 260 കോടി രൂപ. ആദ്യ ഗഡു എന്നുള്ള നിലയിൽ 78 കോടി രൂപയാണ് കൈമാറിയത്. ഇതിൻ്റെ കണക്കറിയിച്ചാൽ മാത്രം ബാക്കി തുക നൽകും. 298 പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ദുരന്തബാധിതരുടെ മുന്നിൽ നിന്നാണ് മോദി അന്ന് ഫോട്ടോഷൂട്ട് നടത്തിയതും പിന്നീട് കേന്ദ്രത്തിൻ്റെ സഹായങ്ങളെല്ലാം നിഷേധിച്ചതും. ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിന്ന ഒരു നാട് അന്ന് പ്രധാനമന്ത്രിയുടെ വരവിനെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടത്. എന്നാൽ ഇന്നവർ ബോധ്യപ്പെടുത്തുന്നു പ്രധാനമന്ത്രിയുടെ വരവ് ഒരു നാടകം മാത്രമാണെന്ന്. ചൂരൽമലയിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.